ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട +2 CBSE വിദ്യാർത്ഥികളെ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററിലെ കുറിച്ച് രസകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാം +2 CBSE പഠിക്കുന്ന ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. സോ നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് അടുക്കാണ്. ഒരു വെറൈറ്റി ചോദ്യത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം 3 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്, മാക്സിമം ആൻഡ് മിനിമം. അതിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ വരുന്ന ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചോദ്യത്തിന് ചിലപ്പോൾ 3, 4, 5 മാർക്ക് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 5 മാർക്കിന് ഒരിക്കൽ ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്: ദ മീഡിയൻ ഓഫ് ആൻ ഈക്വലാറ്റർ ട്രയാംഗിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 2√3 per centimeter per second. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സൈഡ് ഈസ് ഇൻക്രീസിംഗ്. ഒരു ട്രയാംഗിളിന്റെ സൈഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ ചോദിച്ചത്. ഈ സൈഡ് നമുക്ക് ഏത് ലെറ്റർ ഉപയോഗിച്ച് ചെയ്യാം, ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ കാണുന്നതിന്റെ മീഡിയൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, എത്ര റേറ്റിലാണ് മീഡിയൻ നമുക്ക് m എന്ന് എടുക്കാം. സോ dm/dt ഈസ് ഈക്വൽ ടു 2√3 ആണ്. 2√3. അപ്പോൾ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ ഈക്വലാറ്റർ ട്രയാംഗിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, കറക്റ്റ് സെൻറ്ററിലൂടെ വരും. സോ ഈ കാണുന്നതിനാണ് നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുന്നത് അല്ലേ. ഇതാണ് അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. സോ ദ മീഡിയൻ ഓഫ് ആൻ ഈക്വലാറ്റർ ട്രയാംഗിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 2√3 centimeter per second. സോ ഈ കാണുന്നത് 2√3 ആണ്. അപ്പോൾ m എന്താ നമുക്കറിയില്ല. m എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണല്ലേ, ഫംഗ്ഷൻ ആണ്. അതെന്താ നമുക്കറിയില്ല, അല്ലെങ്കിൽ എൻ്റെ അടിച്ചു. സോ നമുക്കറിയാം ഇതൊരു ഈക്വലാറ്റർ ട്രയാംഗിൾ ആണെങ്കിൽ ഈ കാണുന്നത് a ആണ്, ഈ കാണുന്നത് a/2 ആണ് അല്ലേ. ഇതെന്താണ് a/2. ബൈ യൂസിങ് പൈതഗോറസ് തിയറം നമുക്ക് m ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം, ദാറ്റ് ഈസ് ഈക്വൽ ടു √(a² - a/2 ഹോൾ സ്ക്വയർ എന്ന് ചെയ്താം. പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, a² - a/2 ഹോൾ സ്ക്വയർ. സോ a² - a/2 ഹോൾ സ്ക്വയറിന് a²/4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3a²/4 എന്ന് കിട്ടും. √3a²/4. സോ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, m ഈസ് ഈക്വൽ ടു കിട്ടും. m എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു a² എന്ന് പറഞ്ഞാൽ a ആണ്. √(a² പറഞ്ഞാൽ a ബൈ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ m എന്ത് കിട്ടി, √3a/2 എന്ന് കിട്ടി. അപ്പോൾ m ഇവിടെ തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, m കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പൈതഗോറസ് യൂസ് ചെയ്തു. സോ m കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തായിട്ട് dm/dt ആണ്. ദാറ്റ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2√3 ആണ്. സോ dm/dt എന്നാൽ dm/da ഇൻറ്റു da/dt ആണ്, ഈസ് ഈക്വൽ ടു 2√3. സോ dm/dt, ഇതിന്റെ dm/dt എത്രയാണ് വരിക, dm/dt എന്ന് പറഞ്ഞാൽ എന്താ, dm/da. ആദ്യം dm/da കണ്ടുപിടിക്കാം. dm/da √3a/2ന്റെ ഡിഫറൻഷിയേഷൻ ആണ് √3. a-ന്റെ 1 ആണ്, √3/2 ആണ്. സോ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. √3/2 ഇൻറ്റു da/dt ഈക്വൽ ടു 2√3. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, da/dt കിട്ടും. da/dt എന്താണ് വരിക, 2√3 ഇൻറ്റു ഈ കാണുന്ന ബൈ ഇൻറ്റു √3/നെ കൊണ്ടുമ്പോൾ ബൈ √3/2 ആവും. സോറി, 2/√3 ബൈ √3/2. സോ ഏറ്റവും അടിയത്തെ 2 മേലോട്ട് പോകും. സോ 4√3/√3. സോ ദ ആൻസർ ഈസ് 4 ഈസ് ദ റൈറ്റ് ആൻസർ. സൈഡാണ് ചോദിച്ചത്. 4 centimeter per second ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുള്ള ആൻസർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതിന് നിങ്ങൾക്ക് മീഡിയൻ ഞാൻ m ആയിട്ട് എടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിലും എന്താക്കാം, എടുക്കാം കേട്ടോ. മീഡിയനെ am എന്നായിട്ടും എടുക്കാം, ഒരു കുഴപ്പമില്ല. ആസ് യുവർ വിഷ്, നോ പ്രോബ്ലം കേട്ടോ. സോ ഐഡിയ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര മാർക്കാണ്, 5 മാർക്കാണ്. ഐഡിയ ജനറേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ടോപ്പിക്കിലേക്ക് അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സോറി, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ. ദ വോള്യൂം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ്. ഒരു ക്യൂബിന്റെ വോള്യം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്യൂബിന്റെ വോള്യം അതായത് dv/dt 6 cm³ per second ആണ്. നമുക്കറിയാം ഒരു വോള്യം എന്ന് പറഞ്ഞാൽ സൈഡ് a ആണ്, അല്ലെങ്കിൽ x ആണെങ്കിൽ a ആണെങ്കിൽ a³ x ആണെങ്കിൽ x³. ഓക്കെ, അപ്പോൾ dv/dt ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് വോള്യം വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ എഡ്ജ് ഇൻറ്റു da/dt ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് dv/da? dv/da എന്ന് പറഞ്ഞാൽ എന്താ, 3a² ആണ്. സോ 3a² ഇൻറ്റു da/dt ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നു 6 cm³ per second ആണ്. ഓക്കെ, അത് വോള്യം വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റുന്നത് എന്താ, വാട്ട് ഈസ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ds/, ആണ് കാണാൻ പറ്റുന്നത്. ds/dt. ds/dt കാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ds/da ഇൻറ്റു da/dt കാണണം. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ,
6 ഫേസ് ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. 6a². അപ്പോൾ അതിൻ്റെ ds/d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12a. സോ ദിസ് ഈസ് ഈക്വൽ ടു 12a ഇൻറ്റു da/dt. ഇതാണ് കണ്ടുപിടിക്കാൻ വന്നത്. ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നത് da/dt ആണ്. പക്ഷെ അത് ഇവിടെ നോൺ ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? da/dt കിട്ടും. 6/3a². സോ 6 3 വെട്ടിയാൽ 2/a² കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. 12a ഇൻറ്റു 2/a². സോ a² ഇത് വെട്ടിയാൽ 24/a ആണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു. അതിൻ്റെ എഡ്ജ് എത്ര? 8 ആവുന്ന സമയത്ത് ആൻസർ എത്ര വരിക? 24/8. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സർഫസ് ഏരിയ അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സർഫസ് ഏരിയ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ, 3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റെക്കോർഡ് വീഡിയോ അതുകൊണ്ട് സ്പീഡ് കൂടുന്നുണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണുക. ഈ കാണുന്ന ചാപ്റ്ററിനെ പറ്റി ഐഡിയ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചാപ്റ്റർ ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിനെ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ തോന്നുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചാപ്റ്റർ പോയി പഠിച്ച് വരിക. നമ്മൾ സൈലം +2 CBSE എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസുകളൊക്കെ അവൈലബിൾ ആണ്, പോയി കണ്ടാൽ മതി കേട്ടോ. ലൈവ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐഡിയ കിട്ടും. സോ മക്കളെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ കാണുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്, നൈദർ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് നോ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ -∞, 0. അപ്പോൾ ഇതുപോലെ ഫംഗ്ഷൻ എന്നാൽ നമുക്കറിയാം. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യൽ? ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ദ ഫംഗ്ഷൻ f(x) = x³ മൈനസ്, ആദ്യം തന്നെ അതിൻ്റെ f' കാണാം. ദാറ്റ് ഈസ് 3x² - 6x + 12. ഇതിൽ 3 പുറത്തെടുത്താൽ x² - 2x + 4 കിട്ടും അല്ലേ? അപ്പോൾ അത് x² - 2x + 4 എന്ന് എഴുതാം. = 0 കൊടുക്കുകയാണെങ്കിൽ f'(x) 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് എത്ര കിട്ടടാ? a + b = 12, സോറി a + b = 2, a + b = 2 ആൻഡ് ab = 4 കിട്ടും. ഇത് രണ്ടുകൂടി ശരിയായ നമ്പർ ഏതാടാ? രണ്ടുകൂടി ശരിയായ നമ്പർ ഉണ്ടോ? a + b = 2, ab = 4. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ ഇപ്പോൾ 1 2 പറ്റൂല, 4ൻ്റെ 1 4 2 2, യെസ് 2 2. അപ്പോൾ 1 2 എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ ഉള്ളൂ. ഒരു x = 2. x നമുക്ക് 2 കൊടുക്കാം. 2 കൊടുത്താലാണ് ഇത് 0 ആവുക. സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? f'(x) > 0 ആണെങ്കിൽ ഇത് നമുക്ക് -∞ മുതൽ 2 വരെ നമുക്ക് 2 to ∞ വരെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വാല്യൂ കൊടുക്കാം. അത് f' കൊടുത്താൽ f'(0) = എന്ത് കിട്ടും? f'(0) കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 0 + 4. സോ ഇത് > 0 ആണ്. സോ ഇൻക്രീസിങ്. രണ്ടാമത്തെ എന്താണ്? 2 to ∞. 2 to ∞ എടുക്കുന്ന സമയത്ത് 2 to ∞ എന്താ വരിക? ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. 3 കൊടുക്കുക. f'(3) 3 കൊടുത്താൽ എന്താ സംഭവിക്കുക? 3² 9 -2 × 3 9 -6 + 4. അവിടെ നമുക്ക് എത്ര ആയിരുന്നു? 9 - 6 3 + 4 7 ആണ്. അതും > 0 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ത്രൂ ഔട്ട് ആയിട്ട് എന്താണ് വരുന്നത്? ഇൻക്രീസിങ് ആണ്. ത്രൂ ഔട്ട് ആയിട്ട് ഇൻക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. = 0 ആവുന്നില്ല. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇതാണ് ഈ കാണുന്നതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ 2 ഇൻ്റർവെല്ലുകളിലും ഇതെന്താണ്? ഇൻക്രീസിങ് ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രീതിയിൽ ആൻസർ പറയാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്താൽ x - 2 ഹോൾ² ചെയ്തത് അല്ലേ? അപ്പോൾ ഇതെന്തായാലും എന്തായിരിക്കും? > 0 ആയിരിക്കും. സോ ഞാൻ നേരെ പോകുന്ന അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമം ഓഫ് ദി ഫംഗ്ഷൻ. മക്കളെ, അബ്സല്യൂട്ട് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം f'(x) കാണുക. f'(x) അപ്പം 4/3 ഇൻറ്റു, ഇത് കുറച്ചൊരു ടഫ് ഉണ്ടാവും, 12 ഇൻറ്റു x⁻⁴ - 1 1/3 വരും -6 ഇൻറ്റു 1/3 ഇൻറ്റു x⁻⁴ - 1 1
-2/3 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അത് 0 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? ഈ കാണുന്ന സ്റ്റെപ്പ് നമ്മൾ 0 കൊടുത്താൽ 4/3 × 12 × x⁻⁴ വേണമെങ്കിൽ x⁻⁴ നമുക്ക് എന്ത് ചെയ്താം? അതായത് വെട്ടാം, ഇവിടുന്ന് ഇതൊക്കെ വെട്ടാം. 12 3 വെട്ടിയാൽ 4. 16x⁻⁴ മൈനസ് 2 × 1/x⁻² ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് കിട്ടും? 16x⁻⁴ ഈക്വൽ ടു 2/x⁻²3. ഓക്കെ, സോ 16 അങ്ങോട്ട് കൊണ്ടുവരാം. x⁻⁴ × x⁻²3 ഈക്വൽ ടു 2/16. ഇതെന്താണ് വരിക? x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്. സോ 1 + 2 3/3. x is equal to എന്ത് വരും? x⁻⁴ × x⁻²3 that is equal to 1 + 2/3. that is x is equal to 1/8. x equal to 1/8. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ കാണുന്ന സോൾവ് ചെയ്ത് പോയാൽ നമുക്ക് ഇങ്ങനെയായിട്ട് ആദ്യം ഞാൻ എൻ്റെ f'(x) എടുത്തു. f'(x) 0 കൊടുത്തു. f'(x) എന്നാണ്ടിരിക്കുക 4/3 × 12 × x⁻⁴ 4/3 - 1. 4/3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 1/3 ആണ്. അതാണ് ഇവിടെ എഴുതിയത്. പിന്നെ 1/3 × 6 × x⁻⁴ 1/3 - 1 -2/3 ആണ്. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ മൈനസിന് അങ്ങോട്ട് പ്ലസ് ആവും. സോ എന്നിട്ട് ഈ x⁻²3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x⁻⁴ × x⁻²3 ആവും. 6 കൊണ്ടാൽ യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടിയത് ഒറ്റ വാല്യൂ ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 വാല്യൂസ് ചെക്ക് ചെയ്യണം. ആദ്യം f' തന്നിരിക്കുന്ന വാല്യൂ 0, പിന്നെ f'(1). 0 ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയില്ല, 0 തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. 0 f'(1) ചെയ്യുമ്പോൾ 1 എന്ത് ചെയ്താലും സെയിം ആണ്. 12 - 6 ഇത് 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടത് f'(1/8) കൂടി ചെക്ക് ചെയ്യാനുണ്ട്. f'(1/8) ചെക്ക് ചെയ്താൽ എന്താ കിട്ടുക? 12 × 1/8 ഹോൾ റേസ് ടു 4/3 മൈനസ് 6 × 1/8 ഹോൾ റേസ് ടു 1/3. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 - 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? -9/4 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6 ആണ് അറ്റ് x = 1 ആൻഡ് മിനിമം വാല്യൂ ഇസ് -9/4 അറ്റ് x = 1/8 ആണ്. സോ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണ് ചോദിച്ചത്. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഇസ് 6 അറ്റ് x = 1 ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഇസ് -9/4 അറ്റ് x = 1/8 ആണ് ആൻസർ കേട്ടോ. സോ എല്ലാവരും മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതേ രീതിയിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഓക്കെ. ഇനി നിങ്ങൾക്ക് മാക്സിമം മിനിമം ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ ചോദ്യങ്ങളായിട്ട് നമ്മൾ വരും കേട്ടോ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ. ഇതുപോലെ ഫംഗ്ഷൻ ആയിട്ട് മാക്സിമം മിനിമം കാണാൻ പറഞ്ഞാൽ ഒരു പണിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം sin x-ന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1ന്റെ ഇടയിലാണ്. sin 2x അങ്ങനെ തന്നെ -1ന്റെ +1ന്റെ ഇടയിലായിരിക്കും. ഓക്കെ, സൈൻ ഫംഗ്ഷൻ്റെ ഡൊമൈനോ റേഞ്ച് നിങ്ങൾക്കറിയാം. റേഞ്ച് എന്ന് പറഞ്ഞത് -1 ആണ് ഏറ്റവും മിനിമം, 1 ആണ് മാക്സിമം. നമുക്ക് 5 + sin 2x ആണ് കാണാൻ പറഞ്ഞത്. സോ 5 + sin 2xന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + 5 -1 + 5. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഫുൾ മാർക്കാണ് കേട്ടോ. സോ ഇതുപോലെ കൂടുതൽ ഉപകാരമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട്. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ബൈ.